ഒന്നും ഓർക്കാതെ നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. സമ്മതിച്ചേ മതിയാകുള്ളൂ. പോട്ടെ, അത് നമ്മുടെ പോരായ്മ കുറവാ. തിരിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാ ഈ 12 മണിക്കൂറിൽ 10 മണിക്കൂർ വേണ്ട, 5 മണിക്കൂർ വേണ്ട, 2 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ വേണ്ട, ഒരു സെക്കൻഡ് ദൈവം നമ്മളെ മറന്നാലോ? നമ്മൾ എത്രയോ മണിക്കൂറുകൾ ദൈവത്തെ മറക്കുന്നു. തിരിച്ച് 1 മണിക്കൂർ വേണ്ടെന്നേ, ഒറ്റ സെക്കൻഡ് മതി ദൈവം നമ്മളെ മറന്നാലോ? നമ്മളാരും ഈ ഭൂമിയിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നമ്മൾ അവനെ മറന്നിട്ടും നമ്മളെ മറക്കാതെ കൊണ്ടു നടക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ആ കൂട്ടായ്മയെ ആസ്വദിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ എത്രയോ മറക്കുന്നവരാ, കുറവുള്ളവരാ, പോരായ്മയുള്ളവരാ. എന്നാൽ കർത്താവിനെ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ട് അവനുടെ ചുവടുകൾ പതിഞ്ഞിടം നോക്കി നിന്റെ ചുവടുകൾ പതിച്ചു നീ നടന്നു. നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ അനുദിനം നടക്കുവാൻ ദൈവകൃപ നൽകട്ടെ. നമ്മൾ മറന്നാലും നമ്മളെ മറക്കാത്തൊരു സ്തോത്രം. നമ്മൾ മറന്നാലോ? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മളൊക്കെ വണ്ടിയെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കർത്താവിനോട് പറയും, കർത്താവേ, ദൂരെയൊക്കെ പോവാണ്, അടുത്ത് പോകുമ്പോൾ സാധാരണ പ്രാർത്ഥിക്കാറില്ല. ദൂരെയൊക്കെ പോവുകയാണെങ്കിൽ, കർത്താവേ, ഞാൻ കൊട്ടാരക്കര വരെ പോവുക, അവിടുന്ന് എന്നെ സഹായിക്കണ യാത്രയിൽ. നമ്മൾ വിശ്വാസികളാ, ദൈവമക്കളാ, എന്റെ വണ്ടിയാ. പക്ഷെ എനിക്കെതിരെ വരുന്നവരാരും പ്രാർത്ഥിച്ചിറങ്ങണമെന്ന് ഇല്ല. അവൻ വിശ്വാസിയാകണമെന്നില്ല. അവൻ ഒരുപക്ഷെ അവിശ്വാസിയാകാം. അവൻ എന്റെ മണ്ടയ്ക്ക് വേണേ വന്ന് കേറാം, ശരിയല്ലേ? അവൻ ഇങ്ങോട്ട് വരാതെയും കരുതുന്നൊരു ദൈവം. പോരെ, ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാ! എന്നെ മാത്രമല്ല, എനിക്കൊരനർത്ഥവും ഭവിക്കാതെ, ഒരു ഭാരവും ഉണ്ടാകാതെ, ഒരു പ്രയാസവും വരാതെ ഈ കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു ദൈവമായി തന്നെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്ന ഒരു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയാ, നമ്മുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം? അവന്റെ കൂട്ടായ്മ. നമ്മുടെ മുമ്പോട്ട് പോക്ക്, ജീവിതം, പെരുമാറ്റം, ഇതൊക്കെ ചെയ്തു പോരേണ്ടത് എന്ന് പറഞ്ഞാൽ മറന്നു പോരുത്. നമ്മൾ എന്നും ആ കൂട്ടായ്മയിൽ നിൽക്കണം. അതുകൊണ്ട് ഓരോ നിമിഷങ്ങളിലും കർത്താവേ എന്ന് വിളിച്ച് യാത്ര ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ തിരുമുഖം കണ്ടുകൊണ്ട് എഴുന്നേൽക്കാം. പകൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. ആഹാരത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് കഴിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസവും ഇവിടെ ഹിന്ദി ക്ലാസ് നടക്കുന്നുണ്ടല്ല, ഞായറാഴ്ചയും പറയുണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോർത്ത് ഈസ്റ്റില് ചില സ്ഥലങ്ങളിൽ കടന്നുപോയി. ഒരു ഗ്രാമത്തിൽ പോയി. ആ ഗ്രാമത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷണമുള്ളൂ. അതിനുള്ള വകയെ അവർക്കുള്ളൂ. ഇന്നും നമ്മുടെ ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. ഒരു നേരത്തെ ആഹാരം പോലും വയറ് നിറച്ച് കഴിക്കാൻ വകയില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നുണ്ട്. 3 നേരവും 4 നേരവും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുമ്പോൾ ചോദിക്കട്ടെ, കർത്താവേ എന്ന് വിളിച്ചിട്ടാണോ കഴിക്കുന്നത്? ദൈവത്തെ ഓർക്കാറുണ്ടോ? ആ കൂട്ടായ്മയുടെ മഹത്വം ആസ്വദിക്കാൻ ഓരോ നിമിഷങ്ങളിലും നമുക്ക് കഴിയണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോട്ടെ. രണ്ടാമത് ഉറപ്പ്. അവിടെ നാം വായിച്ച ഭാഗത്ത് യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു. ഉറപ്പ്, വേരൂന്നുക. അവനിൽ 2 കാര്യങ്ങളാണ് ഇവിടെ ആ ഭാഗം പഠിക്കുമ്പോൾ പൗലോസ് സമർപ്പിക്കുന്നത്. എന്താണെന്നറിയാമോ? 1 ഉപദേശവും, 2 വിശ്വാസവും. അപ്പൊ പൗലോസ് പറയാണ്, ഉപദേശവും വിശ്വാസവും എന്ത് ചെയ്യണം? ഒരുപോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഒരു വിശ്വാസിയുടെ ആത്മീക നന്മയിൽ അവന് അടിസ്ഥാനപരമായി ദൈവം നൽകിയ ഉപദേശത്തിൽ അവൻ ഉറച്ചു നിൽക്കണം. മാത്രമല്ല പ്രായോഗികമായ തലത്തിലും അത് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പൊ ഈ ഉപദേശത്തിലും വിശ്വാസത്തിലും ഒരുപോലെ മുമ്പോട്ട് പോകണം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസ്തുവാക്കുന്നതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. അപ്പൊ ആത്മീയമായ നിലയിൽ വേരൂന്നുക എന്ന പദമാണ് പറഞ്ഞിരിക്കുന്ന ഉറപ്പിന് വേണ്ടി. അപ്പൊ 1 നമ്മുടെ നടപ്പ്, 2 നമ്മുടെ ഉറപ്പ്. ഇവിടെ പറയാണ് വിശ്വാസത്തിൽ ഉറയ്ക്കണം. അപ്പൊ പ്രായോഗികമായ തലത്തിൽ ദൈവം നമുക്ക് തരുന്ന ആലോചനകൾ, ദൈവവചനം കേൾപ്പിക്കാറുണ്ട്, ബൈബിള് വായിക്കാറുണ്ട്, ജീവിത അനുഭവങ്ങൾ കേൾക്കാറുണ്ട്, ഇപ്പൊ സാക്ഷ്യത്തിലൂടെ കേൾക്കാനിടയായി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുദിനം പ്രായോഗികമാക്കണം. കേട്ടാ മാത്രം പോരാ. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളവരല്ലേ? നമ്മളെ പോലെ കേട്ടവരാരാ ഉള്ളത്, അല്ലെ? ഇഷ്ടംപോലെ വചനം കേൾക്കുന്നതിന് ഒരു കുറവുമില്ല, കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയാ, ആ കേട്ടത് പ്രായോഗികമായ തലത്തിലേക്ക്
ആഴത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പറയാം വേരൂന്നുക. 3-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത് ഇലവാടാത്തതുമായ വൃക്ഷം. ഒരു വൃക്ഷത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേര. നമ്മൾ ആത്മീയമായി നിലനിൽക്കണമെങ്കിൽ നമ്മുടെ വേര് ആഴത്തിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? എവിടോട്ടാ ഇറങ്ങേണ്ടത്? വചനത്തിലേക്ക്. ഇതാ ജലാശയം, ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. അപ്പൊ ആറ്റരികത്ത് നട്ട വൃക്ഷം അതിന്റെ വേര് ആ ആറ്റിലേക്ക് ഇറങ്ങും, ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇതിനകത്തു നിന്നുള്ളത് എന്ത് ചെയ്യും? വലിച്ച് എടുക്കും. അത് കഴിയുമ്പോ പറയാ അത് തക്ക കാലത്ത് ഫലം കായ്ക്കും, ഇല വാട. ആ ഒരു വൃക്ഷത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്, അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ മനോഹരമായ ഇലകളാണ്. അതിങ്ങനെ വളർന്നു നിൽക്കണമെങ്കിൽ അതിന്റെ വേര് എവിടോട്ട് ഇറങ്ങണം? ആഴത്തിലേക്ക് ഇറങ്ങണം. ഇവിടെ പറയാണ് ഒരു വിശ്വാസിയുടെ ഉറപ്പെന്ന് പറയുന്നത് എന്താ? അവന്റെ ജീവിതത്തിന്റെ വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ദൈവവചനമാകുന്ന ഈ ജലാശയത്തിലേക്ക് വേര് ആഴമായിട്ട് ഇറങ്ങണം. എന്താ ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ സംഭവിക്കുന്ന പരാജയം? പ്രിയ കുഞ്ഞത് സാക്ഷി പറഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവം കൃപ നൽകട്ടെ, ഈ നാളുകളിൽ നമ്മുടെ ഒന്നും വേറെ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. നമുക്ക് എന്തൊക്കെയോ അറിയാമെന്നുള്ള ചിന്ത നമ്മളെ പലപ്പോഴും ഭരിക്കാറുണ്ട്. പോരാ, ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഇന്നത്തെ നമ്മുടെ പരാജയത്തിന് കാരണം എന്താ പറയുക? വചനത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. വചനം വായിക്കാൻ നമുക്ക് സമയമുണ്ടോ? വചനത്തിന് മുൻപിലിരിക്കാൻ സമയമുണ്ടോ? വചനത്തിൽ നിന്ന് ആ ആഴങ്ങളിലേക്ക് വേരിറക്കാനായിട്ട് നമുക്ക് സമയമുണ്ടോ? അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ആ ഇല നന്നായിട്ട് വളരുന്നത്. ഇല്ലെങ്കിലോ ഇലയൊന്നും ഇല്ലാതെ, അല്ലെ, ഇലയുള്ള വൃക്ഷത്തെയാ നോക്കുന്നത്. ആ ഇലയുള്ള വൃക്ഷം ഇല നിറഞ്ഞാൽ അടുത്ത പടി അതിനകത്ത് ഫലം ഉണ്ടാവും. ഉറപ്പാ. ഇല നിറയണം. ആ ഇല ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഫലം ഉണ്ടാകും. എന്നാ പല വൃക്ഷവും കാണുമ്പോഴോ ഇതിന് വളവും വെള്ളവും കിട്ടിയിട്ട് പറഞ്ഞേ കുറെ നാള് ആയ പോലെ തോന്നും. ഇതിന് വളവും ഇല്ല, വെള്ളവും ഇല്ല, ഇതെന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? അല്ലെ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത്തിയെ നോക്കി ഇതിനെ ഞാൻ എന്ത് ചെയ്യും? ഒരാണ്ടൂടെ നോക്കും, അത് കഴിഞ്ഞ് ഇതിനെ വെട്ടി കളയും. എത്രയോ പ്രാവശ്യം കർത്താവ് നോക്കുക നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ. എന്താ കാരണം എന്നറിയാമോ? മറ്റൊന്നും വേണ്ടെന്നേ, വലിയ ശാസ്ത്രീയമായിട്ടൊന്നും ചിന്തിക്കണ്ട, ഇതിനകത്തോട്ട് അങ്ങ് ഇറങ്ങിയാൽ മതി. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ പൂർണ്ണമായി, ഇവിടുത്തെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ ഒക്കെ കാര്യം പറഞ്ഞു, അവരൊക്കെ എങ്ങനെ നിലനിന്നെന്ന് അറിഞ്ഞാവോ? അവർക്ക് വിദ്യാഭ്യാസമൊന്നും വലിയ ആൾക്കാരൊന്നും അല്ല, സാധാരണക്കാരൊക്കെ ആയിരുന്നു. അവരൊക്കെ നിലനിന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? അവരുടെ വേര് ആഴത്തിലേക്ക് ഇറങ്ങി. അന്ന് വീട്ടിൽ 8-10 മക്കളാ, അല്ലെ? ഇന്നത്തെ പോലെ 1-2 അല്ല, ഇന്ന് മരുന്നിന് പോലും ഇല്ല. അന്ന് 8-10. അവരെയൊക്കെ പോറ്റണം, അവരുടെ വയറ് നിറയ്ക്കണം, അവരെയൊക്കെ പരിപാലിക്കണം, മറ്റൊന്നും കയ്യിലില്ല. അവർക്കാകെ കൈ മുതലായിരുന്നത് ഈ വചനം മാത്രമാണ്. അവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയക്കണം, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, ആകെ കൈ മുതലായിട്ടുണ്ടായിരുന്നത് ഈ വചനം മാത്രം. ഇതവര് മാറോട് ചേർത്ത് പിടിച്ചു. രാവിലെ എഴുന്നേക്കും, അവര് കുടുംബ പ്രാർത്ഥന നടത്തും. ഇന്നും രാവിലെ വന്നു ഞാൻ തിരു സന്നിധി തന്നിൽ നായക. അങ്ങനെ മനോഹരമായ പാട്ടുകൾ അത് രാവിലെ എഴുന്നേറ്റ് പാടും, വചനം വായിക്കും, മുട്ടിന്മേൽ നിൽക്കും. അവർക്ക് മറ്റൊന്നും ആശ്രയമായിട്ട് അവരെയും അവരുടെ തലമുറകളെയും ദൈവം, കാരണം എന്താ? വേരാഴത്തിലേക്ക് ഉറച്ചു നിന്നു. ഇന്ന് ആടുക, ഇന്ന് കാറ്റ് വരുമ്പോ ആടുക, ഇന്ന് ചെറിയ പ്രശ്നം വരുമ്പോ പരാതി പറയുക, ഇന്ന് ദൈവത്തോട് മറുതലിക്കുക, ഇന്ന് ചോദ്യം ചെയ്യുക, ഇന്ന് മറ്റുള്ളവരുടെ മുമ്പേ വിരൽ ചൂണ്ടുക. എന്താ കാരണം? വേര് ആഴത്തിലേക്ക് ഇറങ്ങില്ല. ദൈവകൃപ നൽകട്ടെ. നമ്മുടെ വേരാഴങ്ങളിലേക്ക് ഇറങ്ങുന്നുവെങ്കിൽ, ദൈവവചനമാകുന്ന ജലാശയത്തിലേക്ക് ഇറങ്ങുന്നെങ്കിൽ, അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നമ്മളെ കാണുന്നവർ കർത്താവിനെ കാണാൻ ഇടയാകും. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവിക സാക്ഷ്യം നിലനിർത്താൻ ഇടയാകും. നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമാകും. ഞാനിങ്ങനെ പറയട്ടെ, കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ അതിന്റെ വേരാഴത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഒരു ശക്തിക്കും അതിനെ വീഴ്ത്താൻ. എന്ത് വന്നോട്ടെ, രോഗം വന്നോട്ടെ, പ്രതികൂലം വന്നോട്ടെ, പ്രതിസന്ധി വന്നോട്ടെ, ബുദ്ധിമുട്ടുകൾ വന്നോട്ടെ, കാറ്റതിന് വട്ടമിട്ട് അടിച്ചോട്ടെ, വീഴുകയല്ല. കാരണം എന്താ? അതിന്റെ വേര്
ആഴത്തിൽ ഉറച്ചു നിൽക്കുക. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ നിൽക്കണമെങ്കിൽ അനുദിനം വേര് ആഴത്തിലേക്ക്. ദൈവകൃപ നൽകട്ടെ. ഇവിടെ പറയാ ഉറച്ചു നിൽക്കണം, വേരൂന്നി. അങ്ങനെയാകുമ്പോ രണ്ട് കാര്യങ്ങൾ അവിടെ ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഒന്ന്, വളരണം. വേരിറങ്ങുമ്പോ ഈ വൃക്ഷം എന്ത് ചെയ്യണം? വളരണം. വളരണം. ഇതെങ്ങനെ അറിയാം? നമുക്ക് തന്നെ പരിശോധിക്കാം. ഞാൻ വളരുന്നുണ്ടോ? അനുദിനം ആത്മീയമായി വളരുന്നുണ്ടോ? മറ്റെല്ലാ വളർച്ചയും നമുക്കുണ്ട്. ഭൗതികമായ വളർച്ച, സാമ്പത്തികമായ വളർച്ച, ബുദ്ധിപരമായ വളർച്ച, അങ്ങനെ വളർച്ചയുടെ ധാരാളം പട്ടികകൾ നമുക്ക് നിരത്തി വെക്കാൻ പറ്റും. നമുക്ക് പറയാനും പറ്റും. നമ്മളൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഇങ്ങനെ ആയിരുന്നുകൊണ്ട് ഞങ്ങളും പറയാൻ ധാരാളമുണ്ട്. പക്ഷെ ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കാമോ? ഞാൻ വളരുന്നുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ, അത് ആദ്യം പറയുന്നത് എന്താ? യേശുവിനെ കൈക്കൊണ്ടതുപോലെ. ഞാൻ രക്ഷിക്കപ്പെട്ട നാള് മുതൽ ഒന്നളന്ന് നോക്കി ഒരു സ്കെയിൽ എടുത്തു വെച്ച് മേലോട്ടാണോ താഴോട്ടാണോ? ബാക്കി എല്ലാ വളർച്ചയും മേളിലോട്ടാണ്. എന്താണെന്നറിയത്തില്ല. ആത്മീയ വളർച്ച മാത്രം കീഴോട്ടാണ്. എന്നാന്നറിയത്തില്ല. ബാക്കി എല്ലാ വളർച്ചയും മേലോട്ടാണ്. നമ്മൾ അതിലൊക്കെ അഭിമാനം കൊള്ളുന്നവരാ. പക്ഷേ ആത്മീയമായത് അളക്കുമ്പോ മേലോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഗ്രാഫ് വരയ്ക്കുന്ന പോലെ. ഗ്രാഫ് വരയ്ക്കുമ്പോ എങ്ങനെയാ? മേലോട്ടും ബൈബിൾ ക്ലാസ്സും കൺവെൻഷനും കൊട്ടാരക്കര കൺവെൻഷനും ഒക്കെ ഒരു ഗ്രാഫ് എന്ത് ചെയ്യും? ഇതെല്ലാം കഴിയുമ്പോ ഇത് കീഴോട്ട്. അങ്ങനല്ല. ആത്മീയ വളർച്ച താഴോട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ അനുദിനം മുമ്പോട്ട് വളർന്ന് മുമ്പോട്ട്. ദൈവമാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ അതെന്നും എന്ത് ചെയ്യണം? ഒരു കൃഷിക്കാരന് ഏറ്റവും സന്തോഷം എന്താണെന്ന് അറിയാവോ? കൃഷിയെ കുറിച്ച് വല്ലതും അറിയാവോ? ഇപ്പം തമിഴ്നാട്ടിൽ നിന്നെല്ലാം മേടിച്ച് തിന്നുവാ. അതുകൊണ്ട് കൃഷിയെ കുറിച്ചൊന്നും ഒരു കൃഷിക്കാരനുണ്ടല്ലോ, ഒരില പൊട്ടിയാ മതി അവന്റെ ഒരു സന്തോഷം. ഒത്തിരി ഒന്നും വേണ്ട. ആ നട്ട ചെടിക്ക് ഒറ്റ ഇല കണ്ടാ മതി. അതാ വളർച്ചയുടെ തുടക്കം. ഒറ്റ ഇല. കർത്താവ് നമ്മളെ ഓരോ ദിവസവും നോക്കുക. നമുക്ക് തരുന്നതിന് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഇങ്ങോട്ട് തരുന്നതിന് വളമിട്ടിട്ടുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്, തരുന്നതിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെയും നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുന്നത്? കർത്താവ് ഇനിയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ കുറവ് വരുത്തിയിട്ടില്ല ഇങ്ങോട്ട് കിട്ടുന്നതിന്, പിന്നെയും ചോദിക്കുക. പക്ഷേ അങ്ങോട്ടോ, മേലോട്ടുള്ള വളർച്ചയോ, നാം വായിക്കുന്ന ക്രിസ്തു എന്ന കലയോടോ. അത്രയും വളരാൻ പറ്റിയില്ലെങ്കിലും ഒരേലെയെങ്കിലും ഓരോ ആത്മീയ ജീവിതത്തിന്റെ കാൽച്ചുവടുകളും മുമ്പോട്ട് വെച്ച് യാത്ര ചെയ്യുമ്പോൾ ഓരേലെയെങ്കിലും ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൽ ഓരേലെയെങ്കിലും വരുമ്പോൾ അത് വളരുന്നു എന്ന് കാണാൻ പറ്റും. നമുക്ക് വളരാം, കർത്താവിൽ നിലനിൽക്കാം. ഇനി കാലം അധികമില്ല. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ പൈതൽ ഇവിടുന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോകുക. അവിടെയും ചെന്ന് ആ ഇലകൾ പൊട്ടുവാൻ ദൈവകൃപ നൽകട്ടെ. അങ്ങനെ വരുമ്പോൾ തക്ക കാലത്ത് ഫലം കായ്ക്കും. ദൈവം സഹായിക്കട്ടെ. രണ്ട്, ഉറപ്പ് നാം പരിശോധിക്കണം. ഇതില്ലെങ്കിലുണ്ടല്ലോ, ഈ വേറെ ആഴത്തിൽ ഇറങ്ങിയില്ലെങ്കിലുണ്ടല്ലോ, ഒരു ചെറിയ കാറ്റ് മതി, എന്ത് പറ്റും? ഒരു തലവേദന വന്നാ മതി. എന്നാ പറയും? ചിലരോട് സംസാരിക്കും, പറയും, എന്റെ സഹോദരൻ, ഞാൻ ഇതിനു വേണ്ടി ദോഷമൊന്നും, പിന്നെ എനിക്കെന്താ? ഇത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ദൈവം തരുന്നത് എന്താണെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ, എന്റെ തലവേദന, എന്റെ നടുവേദന, എന്റെ ജീവിതത്തിലെ രോഗങ്ങൾ, എന്റെ ജീവിതത്തിലെ ചില ചോദ്യങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ, അതിന്റെ പിന്നിൽ ഒരു നന്മയുണ്ടെന്നുള്ളത് നമുക്ക് പലപ്പോഴും. അതുകൊണ്ട് പൗലോസ് എന്താ പറഞ്ഞെന്നറിയാമോ? കഷ്ടം എനിക്ക് സന്തോഷമായി. നമ്മൾ എന്നാ പ്രാർത്ഥിക്കുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ? കർത്താവേ, ഒരു കഷ്ടവും. പൗലോസ് പറയാ, കഷ്ടം എനിക്ക് സന്തോഷം. ഞാൻ ആ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടയാകും. നമുക്ക് ആ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കണമെങ്കിൽ കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ,
കഴിയാത്തൊരു കാര്യം എന്തെന്നറിയാമോ? ആർക്കെങ്കിലും പറ്റുമോ കഷ്ടതയിൽ പാടാൻ? ദൈവമക്കളായ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയിൽ പാടാൻ, നഷ്ടവും ജീവിതത്തിൽ വരുമ്പോൾ കർത്താവേ സ്തോത്രം എന്ന് പറയാൻ ദൈവമക്കൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് വേറെ ആഴത്തിൽ മൂന്നാമത്തെ ഭാഗങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇരിപ്പ്. എന്താ അവിടെ അവസാനം വായിക്കുന്നത്? ആത്മീയ വർധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇരിപ്പ്? എങ്ങനെ ആയിരിക്കണം? ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. Ephesians chapter 5 verse 4. അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ശീതത്തരം, പൊട്ടത്തൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. 19-ാം വാക്യം 19-20 വായിച്ചാ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊടുക്കുന്നു. ഒരു ദൈവമൈതൽ ഇത് പഠിച്ചാലുണ്ടല്ലോ അവന്റെ ജീവിതം വിജയിച്ചു. സ്തോത്രം എന്ന് പറയുന്നത് നന്ദി എന്നല്ല അർത്ഥം. ദൈവത്തോട് നന്ദി പറയാൻ പഠിച്ചാൽ നമ്മുടെ ജീവിതം വിജയിച്ചു. നമുക്കറിയാം, പഴയ നിയമത്തില് വിധവയായ ഒരു സ്ത്രീ, ഒരു ഭരണി എണ്ണ മാത്രമേ അവിടെ വീട്ടിലുള്ളൂ. മക്കളെ പിടിച്ചോണ്ട് പോകാൻ വന്നിരിക്കുക, കടവും പാലവുമായി. അവൾക്കൊരു പരാതിയില്ല. അവൾ പ്രവാചകൻ വന്നപ്പോഴും എന്താ പറഞ്ഞത്? എന്റെ ഭർത്താവ് ഒരു യഹോവാക്തനായിരുന്നു എന്ന് നീ അറിയുന്നു. അവൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ അതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം, അവൾക്ക് എണ്ണ ലഭിച്ചു, പാത്രമെല്ലാം നിറഞ്ഞു. അവസാനത്തെ വാക്യം, അവൾ ചെന്ന് വസ്തുത ദൈവപുരുഷനോട് പറഞ്ഞു. ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്, പക്ഷെ അവസാനത്തെ വാക്യം എപ്പോഴും ഇല്ല. ദൈവം നടത്തുന്ന വഴികൾ സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുക. ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ യാത്ര ചെയ്ത്, വാഹനം ഓടിച്ച്, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകിട്ട് ദൈവസ്ഥലത്തിൽ വരുമ്പോൾ കർത്താവേ സ്തോത്രം, ഇന്ന് എന്നെ നടത്തിയ വഴികൾ എത്ര അത്ഭുതമാണ്. ഞാൻ അറിയാത്ത വഴിയിലൂടെ എന്നെ നടത്തി, എനിക്കൊരു കുറവും വരാതെ അവിടെ തന്നെ നടത്തി. മരണനിഴലിന്റെ താഴ്വരയിലൂടെ ഞാൻ നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ മരണത്തിലേൽപ്പിക്കാതെ ദൈവം നമ്മളെ കരുതി. നമുക്ക് ആഹാരം തന്നു, നമുക്ക് വായു തന്നു, നമുക്ക് ജലം തന്നു, നമുക്ക് പാർപ്പിടം തന്നു. ഒരു നന്മയ്ക്കും കുറവ് വന്നില്ല. ദൈവത്തിന്റെ നന്മ ഓരോന്നും അനുഭവിക്കുമ്പോൾ ഇവിടെ പറയാ, സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പി. ഇതാർക്കാ പറ്റുന്നേ? ഹൃദയം നിറയുന്നവർക്ക്, ദൈവത്തോട് നന്ദിയുള്ളവർക്ക് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. പ്രിയ കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ ദൈവം അവനെ അത്ഭുതകരമായിട്ട്, ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇത് പറയണം, സ്തോത്രം, അവിടുന്ന് എത്ര വലിയ ദൈവം. അതിനാ സാക്ഷ്യം കേൾക്കുന്നത്, അല്ലെ? നമ്മൾ സാക്ഷ്യം കേൾക്കുന്നൊക്കെ എന്തിനാ? മറ്റുള്ളവർ പറയുമ്പോൾ സ്തോത്രം ചെയ്യാനിടയാകണം. ഓരോ നന്മകളും ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ കർത്താവേ സ്തോത്രം, അവിടുന്ന് എന്നെ നടത്തിയ വഴികൾ, അവിടുന്ന് എന്നെ പരിപാലിച്ച വഴികൾ, അവിടുന്ന് എന്നെ പോറ്റി പുലർത്തിയ വഴികൾ, ഞാനൊരു ദൈവപൈതലായി തീർന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. ഞാനത് ഓർക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട് ഒരു ദൈവപൈതലായി തീർന്നു പോരാ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി ഒരു സുവിശേഷകനായി. അതുകൊണ്ട് ഇന്ന് ഇത്രയും മാന്യമായി ജീവിക്കുന്നു. ഇല്ലെങ്കിൽ ഏതെങ്കിലും അഴുക്കുചാലിൽ, ഏതെങ്കിലും ഓടയിൽ കിടന്ന് ആർക്കും വേണ്ടാതെ, വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാതെ ഭാരമായി ഒരുപക്ഷെ ഒരു കയറിൽ തൂങ്ങി എന്നേ ജീവിതം തീർന്നേനെ. അവിടുന്ന് നമ്മളെ വിളിച്ച ദൈവം, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവം, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന ദൈവം, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തന്ന ദൈവം, നമ്മളെ ഇത്രത്തോളം നടത്തിയ ദൈവം. അതുകൊണ്ടാണ് നാം പാടുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്, കർത്താവേ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാനും എന്റെ കുടുംബവും, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ ഞങ്ങൾക്ക് യോഗ്യത. കർത്താവേ അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്നു. സ്തോത്രം പറയാൻ അറിയാമോ? സ്തോത്രം. നമ്മൾ സ്തോത്രം പറയണം. ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയണം. കർത്താവേ സ്തോത്രം എന്ന് പറയാനിടയാണ്. കാരണം എന്താണെന്നറിയാമോ?
വൈകിട്ട് കൂടെ കിടന്ന ഭർത്താവ് ഒരുമിച്ച് കിടന്നതാ. രാവിലെ ഭാര്യ എഴുന്നേറ്റ് കാപ്പി ഇട്ടുകൊണ്ട് വന്ന് കൊടുത്തു. ആള് അനങ്ങി. കൂടെ കിടന്ന ഭർത്താവ് മരിച്ചത്, ഭാര്യ. ഇതാ ജീവിതം കേട്ടോ. എത്ര സംഭവങ്ങൾ, എത്ര സംഭവങ്ങൾ. ഒരു സെക്കൻഡ്, ഒറ്റ നിമിഷം. സ്തോത്രം പറയണ്ടേ? കർത്താവേ, രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയപ്പോൾ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ കാവൽ ചെയ്ത് രാവിലെ എഴുന്നേൽക്കാൻ ദൈവം കൃപ തരുന്നു. പറയണമെന്നേ, പറഞ്ഞു പഠിക്കണമെന്നേ. ജീവിതത്തിൽ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. അതൊരു കുറവല്ല, നന്മയാണ്. എത്ര സ്തോത്രം പറയുന്നു. ആരോടാ പറയുന്നത്? ആരോടാ? കർത്താവിനോടാ. കർത്താവിനോട് നന്ദി പറയുന്നതിൽ ഒരു പിശുക്കും കാണിക്കരുത്. കർത്താവിനോട് സ്തോത്രം പറയണം. നമ്മൾ സ്തോത്രം പറയുന്നവരെ സാധാരണ കുറ്റം. ആവശ്യത്തിനെങ്കിലും സ്തോത്രം പറഞ്ഞു പഠിക്കണം. കർത്താവ് കൃപ നൽകട്ടെ. ദൈവം നടത്തുന്ന നന്മകൾ ഓർക്കുമ്പോൾ സ്തോത്രമല്ലാതെ പിന്നെ എന്താ? ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങൾ. 1, നമ്മുടെ നടപ്പ് ദൈവത്തോടുള്ള കൂട്ടായ്മ. 2, നമ്മുടെ ഉറപ്പ് ആഴത്തിൽ വേരൂന്ന. 3, നമ്മുടെ ഇരുപ്പ് സ്തോത്രത്തിൽ ദൈവമക്കളുടെ ഭാഗ്യമാണ്. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഒരു ദൈവവേദനായി തീർന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഈ സ്നേഹം ആസ്വദിക്കാൻ കഴിയുന്നത് ഏറ്റവും ധന്യമായ കാര്യമാണ്. എന്നാൽ ഈ സ്നേഹം അറിയാതെ കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് മറ്റു പല ചിന്തകളിലൂടെ ദൈവത്തെ മറുതലിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നമുക്കറിയാം അടുത്ത നിമിഷം നമുക്കുള്ളത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞു, ഇപ്പോഴാകുന്ന രക്ഷാദിവസം ഇപ്പോഴാകുന്നു. കർത്താവിനെ വേണ്ടാന്നൊരിക്കലും പറയാനിടയാകരുത്. ഇത്ര നല്ല കർത്താവിനെ, ഇത്ര നല്ല നാഥനെ ജീവിതത്തിൽ ഏറ്റെടുത്ത് പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് വേണ്ടി സ്വർഗ്ഗമഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന അരുമനാഥനോടുള്ള കൂട്ടായ്മ, അതാണ് ഏറ്റവും വലുത്. അതിൽ തുടരുവാൻ ദൈവകൃപ നൽകട്ടെ. നമ്മുടെ നടപ്പും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഉറപ്പും നമ്മുടെ ഇരുപ്പും കർത്താവിനോട് കൂടെ ഏറ്റവും ധന്യമായിരിക്കാൻ കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ പൈതല് വരുന്ന ദിവസങ്ങളിലും കടന്നു പോകുന്ന വഴികളിൽ കർത്താവിന്റെ കൂട്ടായ്മയിൽ വർദ്ധിച്ചു വരുവാൻ, അവൻ കർത്താവിനോടൊപ്പം നടക്കുവാൻ, കർത്താവിൽ വേരൂന്നി വർദ്ധിച്ചു വരുവാൻ, മാത്രമല്ല അവന്റെ ജീവിതത്തിൽ സ്തോത്രത്തിൽ കവിഞ്ഞു ഇരുപ്പാനിടയാണ്. അവന്റെ ഫോൺ കോൾ വരുമ്പോൾ സഭയായും കുടുംബമായും സ്തോത്രം കർത്താവേ എന്ന് പറയാൻ അവന്റെ മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളിവിടെ ഉണ്ട്. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ ദൈവ നന്മ അവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ, അവർ കർത്താവിനോടൊപ്പം നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സ്തോത്രം പറയാൻ കർത്താവ് അതിന് കൃപ നൽകട്ടെ.